എന്താ കറുത്തക്കാരന് കുഴപ്പം? ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്താ കറുത്ത കാറിന് കുഴപ്പം? എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞു. അതെൻ്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിൻ്റെയാണ്. എൻ്റെ വണ്ടി കേടായപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല മുഖ്യമന്ത്രി പുതിയ കാറ്. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നുപോയില്ല, എനിക്ക് ആ കാറിൽ പോകാമല്ല. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഈ പറഞ്ഞ എന്താന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാൻ എനിക്കെന്താ? എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്? ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോൾ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും മുഖ്യമന്ത്രി കസേരയിലേക്ക് ആ മനുഷ്യൻ കയറിയിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് മുമ്പ്, എസ്പെഷ്യലി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പച്ച നുണകളാണ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച നുണകൾ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞു ഞാൻ വാഹനം പുതിയത് വാങ്ങുന്നില്ല, ക്ലിഫ് ഹൗസിന് കൂടുതൽ അറ്റകുറ്റപ്പണികളൊന്നും എടുക്കുന്നില്ല, അത്യാവശ്യമായി എടുക്കേണ്ട വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അത് മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം കറുത്ത കാറിൽ സഞ്ചരിക്കൂല, അദ്ദേഹം വെളുത്ത കാറിൽ സഞ്ചരിക്കൂല, അദ്ദേഹം സഞ്ചരിക്കുന്നേ ഇല്ല, അദ്ദേഹം നടക്കുകയാണ്, അദ്ദേഹം ഓടുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ബോധപൂർവം വളരെ കൃത്യമായിട്ട് പച്ച നുണകൾ പടച്ചു വിടുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇനി കേരളത്തിൽ പുതിയ ചാനലുകൾക്ക് ലൈസൻസ് കൊടുക്കരുത് എന്നാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവർ ആളെണ്ണത്തിൽ കൂടുതൽ ഈ ജനങ്ങളെക്കാളും കൂടുതൽ ചാനലുകളായി മാറിയത് കൊണ്ട് ഇവർക്ക് കാര്യമായിട്ട് വാർത്തകളൊന്നുമില്ല. വാർത്തകൾ എന്തോന്ന് വാർത്തകൾ, 365 ദിവസം വാർത്തകൾ ഉണ്ടാവും. വാർത്തകൾ ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാവും, മന്ത്രിസഭ അധികാരം ഏൽക്കുമ്പോൾ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ വാർത്തകൾ വേണ്ടേ? അപ്പോൾ വാർത്തകൾ ഇല്ലാത്തത് കാരണം ഇവർ തന്നെ ഉണ്ടാക്കുകയാണ്. ഇവരുടെ ഇമാജിനേഷനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിന് പൊടിപ്പും തുങ്ങലും വെച്ച് അതിനെ മറ്റൊരു തലത്തിലേക്ക് ചിത്രീകരിച്ച് പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും ഇവർക്ക് വേറെയും ഒരു ചൊരിച്ചിലുണ്ട്. ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സർവേ നടത്തിയിട്ട് പലതും പറഞ്ഞു, പലതും ചെയ്തു. പിണറായി വിജയൻ തന്നെ തുടരും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അതിയായി പണിയെടുത്തു, ആഗ്രഹിച്ചു, ഒക്കെ ചെയ്തു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഇവരെടുത്ത പണികളൊക്കെ വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ എടുത്ത പണി എന്താ? പിണറായി വിജയന് 3ാമതും അധികാരത്തിലെത്താൻ വേണ്ടി പണിയെടുത്തു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ജനം മറ്റൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കരണത്തടിച്ചടിയാന്ന് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതല്ല ജനം വിശ്വസിക്കുന്നത്. ഇവർ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ല. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു എന്താ പറയേണ്ടത്, അവരുടെ ഒരു സത്യസന്ധത അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ എങ്ങോട്ടാണ് പോകുന്നത്, അവർ എന്താണ് ചെയ്യുന്നത്, അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് വാസ്തവമായിട്ടുള്ളത് എന്നൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ അവർക്കും കൂടി അവരെടുത്ത പണി കൂടി ജനം സ്വീകരിച്ചില്ല. അവരെടുത്ത ആ ക്യാമ്പയിൻ പോലും ജനം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അപ്പോൾ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ മാക്സിമം പച്ച നുണകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. പച്ച നുണകൾ അതിനെ
ആധാരങ്ങളോ അടിസ്ഥാനങ്ങളോ ഒന്നുമില്ല. മാക്സിമം ഇമാജിനേഷനാണ്. വലിയ ഇമാജിനേഷൻ പവറാണ് ഇവറ്റകൾക്ക്. നന്നായിട്ട് ഇമാജിൻ ചെയ്യും. സാങ്കല്പികമായിട്ട് എല്ലാം വായുവിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ഒരു 900 ചാനലുകളുണ്ടല്ലോ, ഇവർ തമ്മിൽ വലിയ മത്സരമാണ്. ആ മത്സരത്തിനിടയിൽ അവനിക്ക് കിട്ടാത്ത എന്തെങ്കിലും വാർത്ത എനിക്കുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാക്സിമം പച്ച നുണ പറഞ്ഞുകൊടുക്കുക, പച്ച നുണ വിളിമ്പിക്കൊണ്ടിരിക്കുക. അപ്പം ആ കൂട്ടത്തിലൊന്നാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ സതീശനെതിരെ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി ഡി സതീശനെതിരെ നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറി ഇരുന്നിട്ടും ഇവർ ഈ നുണ പറച്ചിൽ നിർത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നുണകൾ വേണ്ട വിധത്തിൽ ഇവർക്ക് ഓരോരുത്തർക്ക് തോന്നും പോലെയൊക്കെ നുണ പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ സതീശനെതിരെ എന്ന് മാത്രമല്ല, വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ വി ഡി സതീശനെ പിന്തുണക്കുന്ന സംഘടനകൾക്കെതിരെ ഒക്കെ നിരന്തരമായിട്ട് ഈ പറയുന്ന പച്ച നുണ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു മാധ്യമ പ്രവർത്തനമല്ല. ഇത് നിങ്ങളുടെ ആ ഒരു എന്താ പറയേണ്ടത് ഇൻറ്റഗ്രിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. കാരണം നിങ്ങൾ ജസ്റ്റ് ആ ന്യൂസ് റൂമിൽ നിന്നൊന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒരു അരമണിക്കൂർ മാറി ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പടച്ചു വിട്ടത്? നിങ്ങളുടെ ക്യാമ്പയിനുകളും നിങ്ങളുടെ അജണ്ടകളും എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് അതിന് പണം കിട്ടിയിട്ടുണ്ടാവും. സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേറിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ പണിയെടുത്തവർക്ക് ഈ പറയുന്ന പണമാണ് മുഖ്യം. അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടുകയാണ് മുഖ്യം. അത് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇതേ നിങ്ങൾ ഇന്നും ഇനി വരും ദിവസങ്ങളിലും കേരളത്തിലെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. അപ്പം അന്ന് പറഞ്ഞ പച്ച നുണകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, എല്ലാം ഡിജിറ്റലാണ്. എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 1-2 കീവേഡുകൾ അടിച്ചാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾക്ക്, നിലപാടുകൾക്ക് ഒരു അതിനൊരു അന്തസ്സ് വേണ്ടേ? ഈ നിലപാട് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്നും മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് കേരളത്തിൽ എന്നല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവേണ്ട, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ്. മാധ്യമങ്ങൾക്കും അതേപോലെ നിലപാട് വേണം. മാധ്യമങ്ങൾക്കും ധാർമ്മികതയുണ്ടാവണം. പച്ച നുണകൾ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയല്ല നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. പച്ച നുണകൾ. ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ്. മുഖ്യമന്ത്രി കറുത്ത കാറ് തിരഞ്ഞ് സഞ്ചരിക്കൂല, കറുത്ത കാറ് വേണ്ടെന്ന് പറഞ്ഞു, കറുത്ത കാറ് ഒഴിവാക്കി എന്നൊക്കെ. അതൊക്കെ ഒരു മാന്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഇപ്പോൾ ഒരു വാർത്താ മാധ്യമം എന്ന് കരുതുമ്പോൾ ഒരു വാർത്താ ചാനൽ, ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് സാധാരണക്കാരായ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന കാര്യം ഇങ്ങ് കോഴിക്കോട് ഇരിക്കുന്നവൻ അറിയണം, അല്ലേ? കോഴിക്കോട് നടന്ന കാര്യം കാസർഗോഡ് ഇരിക്കുന്നവൻ അറിയണം. ചെന്നൈയിൽ നടക്കുന്ന കാര്യം കേരളത്തിലുള്ളവനും അറിയണം. അപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഭിപ്രായം പറയണ്ട. കാരണം ജനം, അവർക്ക് അഭിപ്രായമുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. ജനം അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതറിയുമ്പോൾ, അത് കാണുമ്പോൾ ജനത്തിനൊരു അഭിപ്രായമുണ്ട്. അത് ജനത്തിന് എന്താണ് അവൻ്റെ അഭിപ്രായം സ്വരൂപിക്കാൻ, അവൻ്റെ അഭിപ്രായ രൂപീകരണത്തിന് അവിടെ എന്ത് നടന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി ഡി സതീശൻ എന്ത് പറഞ്ഞു, അതറിഞ്ഞാൽ മതി. അതറിയുമ്പോൾ അവർ തീരുമാനിക്കും അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. ജനം തീരുമാനിക്കും, ജനം രൂപീകരിക്കും. അതിനപ്പുറത്തേക്ക് വി ഡി സതീശൻ എന്ത് പറഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ വക ഓരോരോ അങ്ങോട്ട് തിരിച്ച്, അതിനൊന്ന് ഇങ്ങോട്ട് തിരിച്ച്, അതിനെ അങ്ങോട്ടാക്കി, അതിനെ ഇങ്ങോട്ടാക്കി, അതിന് നിങ്ങളുടെ ഭാവനകൾ, നിങ്ങളുടെ ഇമാജിനേഷൻ നൽകി. അങ്ങനെ വേണ്ട. അത്തരം സാങ്കല്പികത വേണ്ട. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കേരളം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങൾ മാധ്യമങ്ങളാണ്, ഞങ്ങൾ ആനയാണ്, ചേനയാണ്, മറ്റതാണ്, അഭിപ്രായമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഒരു മണ്ണാങ്കട്ടിയുമില്ല. പച്ച നുണ പറയുന്നതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയില്ല.
അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻസിഡന്റിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അതല്ലാതെ അയാൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് പച്ച നുണ പറയുന്നത് അത് അഭിപ്രായമല്ല, അത് പച്ച നുണയാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളുടെ വാല്യൂ നിങ്ങളായിട്ട് തകർത്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വിശ്വാസ്യതയും നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെയും നിങ്ങൾ തന്നെ തകർത്തുകൊണ്ടിരിക്കുക. ജനം ബോധമുള്ളവരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് നല്ലതാ, അത് നിലനിൽപ്പിന് നല്ലതാ. നിലനിൽപ്പിന് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുക. പിന്നെ സതീശനെതിരെ ഒരു അജണ്ടയുമായിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഏത് വലിയ മറ്റവനാണെങ്കിലും ശരി.